നമസ്കാരം. ഇടുക്കിനെറ്റ് വാർത്താ സംപ്രേഷണത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കിനെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136.2 അടിയായി ഉയർന്നു. ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചതിനാൽ സ്പിൽവേയിലൂടെയുള്ള ജലമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. ഡാമിലെ ചോർച്ച വർദ്ധിച്ചതായും റിപ്പോർട്ട്. ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 30ാം രക്തസാക്ഷിത്വ ദിനം. 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിര പ്രിയദർശിനി അംഗരക്ഷകരുടെ വെടിയേറ്റ് മരണമടഞ്ഞത്. കട്ടപ്പന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ലെന്ന് റിപ്പോർട്ട്. ടൗൺഷിപ്പിനായി നീക്കിയിട്ടിട്ടുള്ള സ്ഥലങ്ങൾ, റീസർവേ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയുടെ ഫയലുകളാണ് കാണാതായത്. ഇന്ന് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നദിയാദിൽ ജനിച്ച പട്ടേൽ ഇന്ത്യയുടെ ഏകീകരണത്തിൽ സുപ്രധാനമായ ഇടപെടലാണ് നടത്തിയത്. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. പെരിഞ്ചാംകുട്ടി ആദിവാസി പ്രശ്നങ്ങളിൽ കളക്ടറുടെ വാക്കുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് സമരസമിതി നേതാവ് രാജൻ കോലയ്ക്കൽ. 2 മാസത്തിനുള്ളിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകുമെന്ന് കളക്ടർ അറിയിച്ചതായും രാജൻ. വിശദമായ വാർത്തകളിലേക്ക്. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136.2 അടിയായി ഉയർന്നു കഴിഞ്ഞു. ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചതിനാൽ സ്പിൽവേയിലൂടെയുള്ള ജലമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഡാമിലെ ചോർച്ച വർദ്ധിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്നുച്ചവരെ കാര്യമായ മഴയുണ്ടായില്ല എങ്കിലും ഡാമിലേക്ക് നീരൊഴുക്ക് തുടരുകയായിരുന്നു. ഉച്ചതിരിഞ്ഞെന്നാൽ മഴ വർദ്ധിച്ചതോടെ നീരൊഴുക്കും ശക്തമായി കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 136.2 അടിയായി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. 136 അടിക്ക് ശേഷം ഇടുക്കിയിലേക്ക് ജലമൊഴുകേണ്ട സ്പിൽവേയിലെ 13 ഷട്ടറുകളും പൂർണ്ണമായും തമിഴ്നാട് അടച്ചിരിക്കുകയാണ്. 13ാം ഷട്ടർ എന്നാൽ തുറക്കാൻ കഴിയാത്ത നിലയിലാണ്. ഡാമിൽ ബലക്ഷയമുണ്ടെന്ന് ബോധ്യമായ സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ പോലും ഷട്ടർ തുറക്കുവാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സെക്കൻഡിൽ 2090 ഘനയടി വെള്ളമാണ് ഇപ്പോൾ ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് 540 ഘനയടി വെള്ളം മാത്രമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഡാമിൽ ഉപസമിതി പരിശോധനയ്ക്കെത്തിയപ്പോൾ കൂടുതൽ ചോർച്ച കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത് ജനങ്ങളിൽ കടുത്ത ഭീതി സൃഷ്ടിച്ചു കഴിഞ്ഞു. 10, 11, 16, 17 ബ്ലോക്കുകളിലെ ചോർച്ച വർദ്ധിച്ചതിനു പുറമെ സുർക്കി മിശ്രിതം നഷ്ടമായ കെട്ടുകളുടെ വിടവുകളിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്നതും അപകടകരമാണ്. ഓരോ വിള്ളലുകളിലും ടാർ ഉരുക്കിയൊഴിച്ച് ചോർച്ച തടയുവാൻ തമിഴ്നാട് പാഴ്ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത് മാധ്യമങ്ങൾ കണ്ടെത്തുന്നത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നതുകൊണ്ട് കേരളത്തിലെ ദൃശ്യ പത്രമാധ്യമങ്ങളെ ഇന്നലെ കർശനമായി തന്നെ തമിഴ്നാട് ഡാമിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു. ദുർബലമായ ഡാമിൽ സുപ്രീംകോടതി വിധിയുടെ പിൻബലത്തോടെ തമിഴ്നാട് പരിധിയിലേറെ വെള്ളം സംഭരിക്കുന്നത് ഇടുക്കിയിലെ തീരവാസികളെ ഒന്നാകെ ഭീതിയിലാഴ്ത്തിക്കഴിഞ്ഞു. മഴ തുടർന്നാൽ വളരെ വേഗം 142 അടിയിലേക്ക് വെള്ളം ഉയരും. ഇത് താങ്ങുവാനുള്ള കരുത്ത് ഡാമിനില്ല എന്നത് ശാസ്ത്രീയ പഠനങ്ങൾ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 30ാം രക്തസാക്ഷിത്വ ദിനം. 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി അംഗരക്ഷകരുടെ വെടിയേറ്റ് മരണമടഞ്ഞത്. സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സൈനിക നടപടിയുടെ പ്രതികാരമായിരുന്നു ഇന്ദിര പ്രിയദർശിനിയുടെ വധം. സ്വാതന്ത്ര്യ സമരരംഗത്ത് മുൻപന്തിയിലായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെയും കമലാ നെഹ്റുവിൻ്റെയും മകളായി 1917 നവംബർ 19 ഇന്ദിര ജനിച്ചത്. സ്വാതന്ത്ര്യ സമരവുമായി ഇഴുകിച്ചേർന്ന കുടുംബമായതിനാൽ അച്ഛൻ ജവഹർലാലിൻ്റെയോ മുത്തച്ഛൻ മോത്തിലാലിൻ്റെയോ സാമീപ്യം ബാല്യകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല. 1933 പൂനെയിലെ പീപ്പിൾസ് ഓൺ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇന്ദിര പല സ്ഥലങ്ങളിലായി ഒന്നിലധികം സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. 1936 ഇന്ദിര ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. 1959-60 കാലത്ത് നെഹ്റുവിന്റെ പരോക്ഷ പിന്തുണയോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1964 നെഹ്റു അന്തരിച്ചതിനു ശേഷം ഇന്ദിരാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും
ഇന്ദിരാഗാന്ധിയാണ്. പാർട്ടിയുടെ പിളർപ്പും ബംഗ്ലാദേശ് വിമോചന യുദ്ധവും ഷിംല കരാറും പൊക്രാനിലെ അണുബോംബ് പരീക്ഷണവും ഹരിത വിപ്ലവവും ധവള വിപ്ലവവും അടിയന്തരാവസ്ഥയുമെല്ലാം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ സുപ്രധാനമായ സംഭവങ്ങളാണ്. ഇതെല്ലാം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പഞ്ചാബിലെ ഖാലിസ്ഥാൻ പ്രക്ഷോഭവും അതിന്റെ അടിച്ചമർത്തലുകളും ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളായിരുന്നു. അകാലിദളിന് ബദലായി കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവന്ന ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന യുവാവ് അക്രമത്തിന്റെ പാത തിരഞ്ഞെടുക്കുകയും പാർട്ടിയിൽ നിന്നും പുറത്താവുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഭിന്ദ്രൻവാല 25 ദിവസങ്ങൾക്ക് ശേഷം തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ടു. ഭിന്ദ്രൻവാല തന്റെ പ്രവർത്തന കേന്ദ്രം മൊഹ്ക ചൌക്കിൽ നിന്നും സുവർണക്ഷേത്ര സമുച്ചയത്തിലേക്ക് ഗുരുനാനാക്ക് നിവാസിലേക്ക് മാറ്റുകയും ചെയ്തു. പഞ്ചാബിലെ കലാപങ്ങളെ അടിച്ചമർത്തുവാൻ ഇന്ദിര സൈന്യത്തോട് സുവർണക്ഷേത്രത്തിനുള്ളിൽ കടന്ന് കലാപകാരികളെ അമർച്ച ചെയ്യുവാൻ ഉത്തരവിട്ടു. സിഖ് മതവിശ്വാസികൾ പരിപാവനമായി കരുതുന്ന സുവർണക്ഷേത്രത്തിൽ സൈന്യം കടക്കുകയും ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങൾ തകർക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നറിയപ്പെട്ട ഈ സൈനിക നീക്കത്തിലും അതിന്റെ പരിണിതഫലമായി ഉണ്ടായ സിഖ് പ്രക്ഷോഭത്തിലും 20,000-ഓളം നിരപരാധികളായ സിഖ് പൗരന്മാർ കൊല്ലപ്പെട്ടു. 1984 ഒക്ടോബർ 31-ാം തീയതി സബ്ദർജംഗ് റോഡിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ള ഉദ്യാനത്തിൽ വെച്ച് ഇന്ദിരയ്ക്ക് സത്വന്ത് സിംഗ്, ബിയാൻ സിംഗ് എന്നീ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റുള്ള മരണമാണുണ്ടായത്. ബ്രിട്ടീഷ് നടനായ പീറ്റർ ഉസ്റ്റിനോവിന് ഒരു ഹ്രസ്വചിത്രത്തിനു വേണ്ടി അഭിമുഖം നൽകുവാൻ തന്റെ തോട്ടത്തിൽ കൂടി നടക്കുകയായിരുന്ന ഇന്ദിരയ്ക്ക് വസതി വളപ്പിലെ ഒരു ചെറിയ ഗേറ്റിൽ കാവൽ നിന്നിരുന്ന അംഗരക്ഷകരിൽ നിന്നുമാണ് വെടിയേറ്റത്. അംഗരക്ഷകരെ അഭിവാദനം ചെയ്യുവാൻ കുനിഞ്ഞ ഇന്ദിരയെ ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കുകൾ കൊണ്ട് ഇവർ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലുണ്ടായിരുന്ന കാറിൽ വെടിയേറ്റ ഇന്ദിരയെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് കൊണ്ടുപോയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം 2:20 ഇന്ദിരയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ഭരണത്തിലും ക്രിയാത്മകമായ സംഘടനാ പാടവത്തിലും അസാമാന്യ ശേഷി പുലർത്തിയ ഇന്ദിരാഗാന്ധി ലോകത്തിന് തന്നെ മാതൃകയായ ഇന്ത്യയുടെ പ്രിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു. ഇന്ത്യയുടെ പ്രതിഭാധനയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഇടുക്കിനെറ്റ് വാർത്തകളുടെ ആദരവ്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം കട്ടപ്പനയിൽ നടന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. രാവിലെ 10 മണിയോടെ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ ഇന്ദിരാഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് DCC ജനറൽ സെക്രട്ടറിമാരായ ജോണി കുളമ്പള്ളി, തോമസ് രാജൻ, ജോയി വെട്ടിക്കുഴി, സേവാദൾ ചെയർമാൻ ജോണി ചീരാങ്കുന്നേൽ എന്നിവർ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ ഭദ്രദീപം തെളിക്കുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു. നിയോഗം വന്നുചേരുക എന്ന് പറയുന്നത് അപൂർവമായി കാണുന്ന ചരിത്രമാണ്. ഇന്ദിരാജിയുടെ ജീവിതം അത്രമാത്രം രാഷ്ട്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ദിനത്തെ രാഷ്ട്ര പുനരർപ്പണ ദിനമായി ആചരിക്കുന്നത്. ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി പെരുന്നോലി അധ്യക്ഷനായിരുന്നു. അനുസ്മരണ പരിപാടികളുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടികൾക്കും മെഡിക്കൽ ക്യാമ്പിനും നേതാക്കളായ TS ബേബി, തോമസ് മൈക്കിൾ, മനോജ് മുരളി, ആൻസമ്മ ജോസഫ്, സുനിത തങ്കച്ചൻ, ജോളി രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കട്ടപ്പന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ലെന്ന് റിപ്പോർട്ട്. ടൗൺഷിപ്പിനായി നീക്കിയിട്ടിട്ടുള്ള സ്ഥലങ്ങൾ, റീസർവേ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയുടെ ഫയലുകളാണ് ഇപ്പോൾ കാണാതായത്. കട്ടപ്പന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടൗൺഷിപ്പിനായി നീക്കിയിട്ടിട്ടുള്ള സ്ഥലങ്ങൾ, റീസർവേ സംബന്ധിച്ച വിവരങ്ങൾ, ഭൂമിയുടെ റീസർവേ ഉത്തരവ്, റീസർവേയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്ഥലങ്ങൾ എന്നിവ സംബന്ധിച്ച ഫയലുകളാണ് കാണാതായത്. ബ്ലോക്ക് സർവേ നമ്പറുകൾ ആവശ്യപ്പെട്ട കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് MK തോമസ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് ഫയൽ കാണാനില്ലെന്ന മറുപടി ലഭിച്ചത്. നെടുങ്കണ്ടം റീസർവേ ഓഫീസറാണ് ഫയൽ കാണാനില്ലെന്ന മറുപടി നൽകിയിരിക്കുന്നത്. ഇത് കടുത്ത അവഗണനയാണെന്ന് പ്രതിഷേധ യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. ഒരു അപേക്ഷ വെച്ചു. ആ അപേക്ഷ വെച്ചപ്പോൾ അതിന് മറുപടിയായി കിട്ടിയതാണ് അങ്ങനെ ഒരു കട്ടപ്പന ടൗണിന്റെ റീസർവേ സംബന്ധിച്ചൊരു ഫയൽ അവിടെ ലഭ്യമല്ല. മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് MK തോമസ്, CK മോഹനൻ, KP ബഷീർ, ജോണിക്കുട്ടി ജോൺ, PU ദേവസ്യ, തോമസ് സെബാസ്റ്റ്യൻ, PK മാണി, ജോയി കുട്ടട, പൊന്നച്ചൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം. 1875 ഒക്ടോബർ 31-ാം തീയതി ഗുജറാത്തിലെ നദിയാദിൽ ജനിച്ച പട്ടേൽ ഇന്ത്യയുടെ ഏകീകരണത്തിൽ സുപ്രധാനമായ ഇടപെടലാണ് നടത്തിയത്.
സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഇടുക്കിനെറ്റ് ന്യൂസിന്റെ ആദരവ്. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ ആനന്ദ് താലൂക്കിൽപ്പെട്ട കരംസാദ് ഗ്രാമത്തിലെ ഒരു കർഷക കുടുംബത്തിൽ വല്ലഭായ് പട്ടേൽ ജനിക്കുന്നത്. ജാബേർഭായ് പട്ടേലിന്റെയും ലാഡ്ഭായിയുടെയും 6 മക്കളിൽ 4ാമനായിരുന്നു വല്ലഭായ്. അദ്ദേഹത്തിന്റെ 2ാമത്തെ ജ്യേഷ്ഠനായിരുന്നു വിത്തൽഭായ് പട്ടേൽ. ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് സ്വയം പഠിച്ചു വളർന്ന അദ്ദേഹം വക്കീലായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് ഗാന്ധിജിയുടെ തത്വശാസ്ത്രങ്ങളിലും പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനാകുന്നത്. പിന്നാലെ അദ്ദേഹം ബ്രിട്ടീഷ് രാജിന്റെ വിഭാഗീയ നയങ്ങൾക്കെതിരെ അഹിംസാ മാർഗത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗേഡ, ബോർസാദ്, ബർദോളി എന്നീ ഗുജറാത്തി ഗ്രാമങ്ങളിലെ കർഷകരെ സംഘടിപ്പിച്ചു. ഈ പ്രവർത്തനങ്ങളിലൂടെ പട്ടേൽ ഗുജറാത്തിലെ ഏറ്റവും സ്വാധീനശാലിയായ നേതാക്കളിൽ ഒരാളായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വ നിരയിലേക്ക് ഉയർന്ന പട്ടേൽ കലാപങ്ങളുടെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും മുൻനിരയിലായിരുന്നു. 1934ലെയും 1937ലെയും കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുപ്പുകളിൽ ആസൂത്രണം ചെയ്തതിലും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം സംഘടിപ്പിച്ചതിലും പട്ടേലിന്റെ പങ്ക് വലുതാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന പട്ടേൽ പഞ്ചാബിലെയും ഡൽഹിയിലെയും അഭയാർത്ഥികൾക്ക് അവശ്യ സാധനങ്ങൾ സംഘടിപ്പിച്ചു. രാഷ്ട്രത്താകമാനം സമാധാനം പുനഃസ്ഥാപിക്കുവാൻ പട്ടേൽ പരിശ്രമിച്ചു. 565 അർദ്ധ സ്വതന്ത്ര നാട്ടുരാജ്യങ്ങളെയും ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിലെ കോളനി പ്രവിശ്യകളെയും ഒന്നിപ്പിച്ച് ഇന്ത്യ രാഷ്ട്രം രൂപവൽക്കരിക്കുന്ന ചുമതല പട്ടേൽ ഏറ്റെടുത്തു. തുറന്ന നയതന്ത്രവും സൈനിക ശക്തിയും ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പട്ടേലിന്റെ നേതൃത്വത്തിൽ ഏകദേശം എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ അങ്ങനെ ലയിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പട്ടേലായിരുന്നു ആധുനിക ഇന്ത്യയുടെ സിവിൽ സർവീസ് സ്ഥാപിച്ചതും. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ തലതൊട്ടപ്പനും പട്ടേലായിരുന്നു. 1950 ഡിസംബർ 15 വല്ലഭായ് പട്ടേൽ അന്തരിക്കുന്നത്. 1991 അദ്ദേഹത്തിന് രാഷ്ട്രം ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഉരുക്കു മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഇടുക്കിനെറ്റ് വാർത്തകളുടെ ആദരവ്. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ആഹ്വാനപ്രകാരം നടന്ന പരിപാടി റൺ ഫോർ യൂണിറ്റി എന്ന സന്ദേശമാണ് സമൂഹത്തിന് പകർന്നു നൽകിയത്. അകാലത്തിൽ അന്തരിച്ച സ്കൂളിന്റെ കുരുന്നു പ്രതിഭ ഡോണ മോൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് മാരത്തോൺ മത്സരം ആരംഭിച്ചത്. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സുരക്ഷയും ഓരോ വ്യക്തിയും കാത്തുസൂക്ഷിക്കേണ്ടതാണെന്ന സന്ദേശം കുട്ടികളിലൂടെ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുക എന്നതായിരുന്നു സയൻ നടത്തിയ മാരത്തോൺ മത്സരത്തിന്റെ പ്രധാന ലക്ഷ്യം. ഉരുക്കു മനുഷ്യനായ ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിന ആഘോഷവേളയിൽ സയൻ പബ്ലിക് സ്കൂൾ നടത്തുന്ന റൺ ഫോർ യൂണിറ്റി എന്ന ഈ കൂട്ടയോട്ട മത്സരം, ഇത് പൊതുജനങ്ങൾക്കെല്ലാം ആവേശം പകർന്നുകൊണ്ട് നമുക്കിപ്പോൾ ഈ കാഞ്ചിയാർ കവലയിൽ കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളിലും ഉത്തേജകമായ ഒരു പ്രചോദനമാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ആഹ്വാനപ്രകാരം നടത്തിയ മാരത്തോൺ മത്സരം റൺ ഫോർ യൂണിറ്റി ഒരുമയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിച്ചു. രാവിലെ 10 മണിക്ക് കാഞ്ചിയാർ പള്ളിക്കവലയിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ് ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത്. ഹൈറേഞ്ചിലെ 25ഓളം സ്കൂളുകളിൽ നിന്നും 500ഓളം കായിക പ്രതിഭകൾ മാരത്തോൺ മത്സരത്തിൽ പങ്കെടുത്തു. മാരത്തോൺ വിവിധ സ്കൂളുകളിൽ നിന്നായി 100 കണക്കിന് കുട്ടികൾ പങ്കെടുത്തു. വളരെ വിജയകരമായി തന്നെ നമുക്കത് തീർക്കാൻ സാധിച്ചു, വിജയിപ്പിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഒരുമയുടെ സന്ദേശം, റൺ ഫോർ യൂണിറ്റി എന്ന സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വളരെ വിജയകരമായി നമ്മൾ ഈ പരിപാടി വിജയിപ്പിച്ചു. 7 കിലോമീറ്റർ ദൈർഘ്യമേറിയ കൂട്ടയോട്ട മത്സരത്തിൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പനയിലെ അമൽ ബാബു 1ാം സ്ഥാനം ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കരസ്ഥമാക്കി. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കിട്ടുന്നത്. പിന്നെ പരിശ്രമിച്ച നേരത്തെ ഇപ്പോഴത്തെ ബെന്നി സാറിനും നേരത്തെ ഉണ്ടായിരുന്ന തോമസ് സാറിനും ഞാൻ നന്ദി പറയും. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മഹേഷ് എമ്മിനായിരുന്നു 2ാം സ്ഥാനം. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് HSSലെ തന്നെ അഖിൽ സുരേഷ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പെൺകുട്ടികളുടെ വിഭാഗം മാരത്തോൺ മത്സരത്തിൽ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീത ബാബുവിനാണ് 1ാം സ്ഥാനം. സംഗീത ബാബു ആദ്യമായാണ് കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകതയും ശ്രദ്ധേയമായി. സയൻ പബ്ലിക് സ്കൂളിലെ തന്നെ റോമ മരിയ റോയ്ക്കാണ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനം. മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗോപിക ബാലൻ 3ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന പരിപാടിയിൽ PTA പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷനായിരുന്നു.
വിജയികൾക്കുള്ള അവാർഡ് ദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് രാജൻ നിർവഹിച്ചു. കുട്ടികളിൽ ദേശസ്നേഹം വളർത്തുന്നതിനായി ദേശഭക്തി ഗാനം, ക്വിസ് മത്സരം എന്നിവയും ഭാരതത്തിന്റെ വളർച്ച 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും എന്ന വിഷയത്തിൽ സംവാദവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടികൾക്ക് സ്കൂൾ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പാൾ മാത്യു അഗസ്റ്റിൻ, സിസ്റ്റർ മേരിക്കുട്ടി കുന്നത്ത്, PTA ഭാരവാഹികൾ, അധ്യാപകരായ സ്വപ്ന, പ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുമയുടെ സന്ദേശമുയർത്തിയ മാരത്തോൺ കായിക കേരളത്തിന് തന്നെ മാതൃകയായി. നിരവധി കായിക പ്രതിഭകളെ രാജ്യത്തിന് സമ്മാനിച്ച ഇടുക്കിക്ക് അഭിമാനമായി വിജയകിരീടമണിഞ്ഞത് താരതമ്യേന ആദ്യമായി ട്രാക്കിലിറങ്ങിയ താരങ്ങളായിരുന്നു. ഷൈനി വിൽസനും KM ബീനമോളും KM ബിനുവും പ്രീജ ശ്രീധരനും ഉൾപ്പെടെ നൂറുകണക്കായ കായിക പ്രതിഭകളെ രാജ്യത്തിന് സമ്മാനിച്ച ഹൈറേഞ്ചിൻ്റെ മണ്ണിൽ കായിക കൂട്ടായ്മയിലൂടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പുരോഹിതൻ മുന്നിട്ടിറങ്ങുന്നു. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിൻ്റെ മാനേജർ ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ. ഐക്യത്തിന് വേണ്ടി ഒരു കൂട്ടയോട്ടം, അതാണ് ഇന്ന് സയൻസ് സ്കൂൾ നടത്തിയത്. 20-ലധികം സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഒന്നിച്ചു ചേർന്ന്, അത് ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുകൾ, CBSE, ICSE ഉൾപ്പെടുന്ന നമ്മുടെ ഈ മേഖലയിലെ സ്കൂളുകളിലെ കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ഒന്നിച്ചൊരേ നിറത്തിലുള്ള ടീഷർട്ടുകൾ അണിഞ്ഞ് ചെസ് നമ്പറുകളോട് കൂടിയിട്ട് അവർ ഓടിയപ്പോൾ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് അനുഭവിക്കാനായിട്ടായി. ഈ ഒരു ഐക്യം നമ്മുടെ നാട്ടിൽ, നമ്മുടെ അമ്മഭൂമിയിൽ നമുക്ക് നിലനിർത്താൻ കഴിയുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രം സുരക്ഷിതമാണ്, ഈ നാട്ടിൽ ജീവിക്കുക സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അനുഭവമാണ് എന്ന് നമുക്ക് തോന്നുക. ഈ ഒരു മഹത് സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് ഇത്രയും കുട്ടികൾ ഇന്ന് തയ്യാറായി. അവരൊക്കെ അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അകാലത്തിൽ പൊലിഞ്ഞ സ്കൂളിൻ്റെ കുരുന്നുതാരം ഡോണമോളുടെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹൈറേഞ്ചിലെ 25ഓളം സ്കൂളുകളിൽ നിന്നും 500ഓളം കായിക പ്രതിഭകളാണ് കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത്. ഒരേ മനസ്സോടെ ഒരേ യൂണിഫോം അണിഞ്ഞ് 7 കിലോമീറ്റർ ദൂരം ഇവർ ഓടിക്കയറിയത് വിജയത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് മാത്രമായിരുന്നില്ല, ജനമനസ്സുകളുടെ ഇരുളടഞ്ഞ ഹൃദയങ്ങളിലേക്ക് കൂടിയായിരുന്നു. അസ്വസ്ഥതയും അക്രമവും സ്വജനപക്ഷപാതവും കൊണ്ട് ഇരുട്ടിലാകുന്ന ഒരു രാജ്യത്തിൻ്റെ കർമ്മബദ്ധങ്ങളിൽ വെളിച്ചം പകരുവാൻ ഒരു ശ്രമം. ഇതിലേക്കായി ദൃഢമായ കാൽവയ്പോടെ പുതുതലമുറയുടെ വേഗതയാർന്ന പാദങ്ങൾ ചലിക്കുന്നു. തളർച്ചയിലും നിശ്ചയദാർഢ്യത്തോടെ കടന്നുപോയവർക്ക് കൈത്താങ്ങായി നാട്ടുകാരും വ്യാപാരികളും വാഹനത്തൊഴിലാളികളും അടക്കം വഴിയോരങ്ങളിൽ ഒത്തുചേർന്നു. കാലത്തിന് കരുത്ത് പകരാനെത്തിയവർക്ക് ദാഹമകറ്റുവാൻ അവർ മത്സരിച്ചു. തളർന്നുപോയവരെ താങ്ങി ആശ്വാസമൊരുക്കുവാനും പ്രദേശവാസികൾ മറന്നില്ല. ഒടുവിൽ ലക്ഷ്യത്തിൻ്റെ അവസാന പോയിന്റ് പിന്നിട്ട് വിജയ കിരീടമണിഞ്ഞതാകട്ടെ കായിക മേഖലയിൽ താരതമ്യേന ആദ്യമായി മാറ്റുരച്ചവരും. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ അമൽ ബാബു മുൻപ് മത്സരിച്ചത് ഒരു തവണ മാത്രം. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വിജയിയായ സംഗീത ബിജു ആദ്യമായാണ് മത്സരത്തിന് തന്നെ ഇറങ്ങുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരു പരിപാടിക്കും പോകാറില്ലായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു വിജയം. ഇത്രയും ഓടിയ കുട്ടികളിൽ എല്ലാവരുടെക്കാളും ഫസ്റ്റ്, ഗേൾസിൽ ഫസ്റ്റ് എനിക്ക് എത്താൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. ദേശീയതയ്ക്ക് ഒരു ഗീതമായി ഫാദർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ എന്ന പുരോഹിതന്റെ ആശയം വഴിമാറുമ്പോൾ ആരുമറിയാതെ സംഭവിച്ചതും അത്ഭുതങ്ങൾ തന്നെ. ആരാലും അറിയപ്പെടാതെ കിടന്ന 2 കായിക താരങ്ങൾ ചേറിൽ നിന്നും കിളിർത്തു പൊന്തുന്നു. നാളെയുടെ വാനിൽ സുവർണ താരകങ്ങളാകാൻ. അല്ലെങ്കിലും കാലം അങ്ങനെയാണ്. ആരും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ വിളമ്പിക്കൊണ്ടേയിരിക്കും. അനിൽ കെ ശിവറാം, ഇടുക്കി നെറ്റ്. ഇനിയൊരിടവേളയ്ക്ക് ശേഷം കട്ടപ്പനയിൽ നടന്നുവന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേള സമാപിച്ചു. 2 ദിവസങ്ങളിലായി 4 വേദികളിൽ 3500 പ്രതിഭകൾ മാറ്റുരച്ചു. കട്ടപ്പനയിൽ നടന്നുവന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേള സമാപിച്ചു. 2 ദിവസങ്ങളിലായി 4 വേദികളിൽ 3500 പ്രതിഭകളാണ് മാറ്റുരച്ചത്. റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയിൽ നടന്ന അക്വാപോണിക് കൃഷിരീതി ശ്രദ്ധേയമായി. പെരുമ്പള്ളിച്ചിറ സെൻറ് ജോസഫ് UP സ്കൂളാണ് വ്യത്യസ്തമായ ഈ കൃഷിരീതി അവതരിപ്പിച്ചത്.
അന്താരാഷ്ട്ര കുടുംബ കൃഷിവർഷമായി 2014 ആചരിക്കുമ്പോൾ നവീനവും കൂടുതൽ പ്രയോജനകരവുമായ കൃഷിരീതി അവതരിപ്പിക്കണമെന്ന മോഹമാണ് അക്വാപോണിക് കൃഷിരീതിയുമായി പെരുമ്പള്ളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂൾ വിദ്യാർത്ഥികളെ ശാസ്ത്രമേളയിൽ എത്തിച്ചത്. ഇതാണെങ്കിൽ ഒരു അക്വേറിയമാണ്. ഈ അക്വേറിയത്തിൽ നമ്മൾ സബ്മേഴ്സിബിൾ മോട്ടോർ ഉപയോഗിച്ച് ഈ ഗ്രാവൽ ബെഡിലേക്ക് അടിച്ചു കയറ്റുന്നു. ഇതിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ ഒഴിച്ച എല്ലാ ചെടികളും നമുക്ക് നടാവുന്നതാണ്. ഈ മത്സ്യങ്ങളുടെ വിസർജ്യം പറ്റിയ ഈ വെള്ളം ഗ്രാവൽ ബെഡിലെത്തുമ്പോൾ ചെടികൾ അതിൻ്റെ വളങ്ങൾ മാത്രം വലിച്ചെടുത്തതിന് ശേഷം വെള്ളം ഈ പൈപ്പിലൂടെ തിരിച്ചു വരുന്നു. ഇതിന് പറയുന്ന പേര് അക്വാപോണിക്സ് എന്നാണ്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് കൂടുതൽ ലാഭം എന്ന ആശയത്തിൽ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്ന കൃഷിയാണ് അക്വാപോണിക്. മത്സ്യക്കുളങ്ങളോട് അനുബന്ധിച്ചുള്ള വെള്ളത്തിലാണ് കൃഷി. കിഴങ്ങുവർഗ്ഗങ്ങൾ ഒഴികെ എല്ലാത്തരം പച്ചക്കറികളും ഈ സംവിധാനത്തിൽ എളുപ്പത്തിൽ കൃഷി ചെയ്യാം. മണ്ണില്ലാതെ ചരലിലാണ് കൃഷി. അധ്വാനം, സാമ്പത്തികം, സമയം, സ്ഥലം എന്നിവയുടെയെല്ലാം ലാഭം ഇതിലൂടെ ലഭിക്കും. മത്സ്യത്തിന്റെ വിസർജ്യമാണ് കൃഷിക്ക് വളമായി ഉപയോഗിക്കുന്നത്. മത്സ്യവും പച്ചക്കറിയും ഒരേ കൃഷിയിൽ നിന്നും ലഭിക്കുമെന്നതും പ്രത്യേകതയാണ്. സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് കുളത്തിൽ നിന്ന് ഗ്രാവൽ ബെഡ് എന്ന ചരൽ നിറച്ച പെട്ടിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുകയും തുടർന്ന് ഈ വെള്ളം കുളത്തിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്യുന്നു. പമ്പ് ചെയ്യുന്ന വെള്ളത്തിലെ മത്സ്യവിസർജ്യങ്ങൾ ചെടികൾ വളമായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. പമ്പ് പ്രവർത്തിപ്പിക്കുവാൻ 13 വാട്ട്സ് വൈദ്യുതി മാത്രം മതിയാവും. കുട്ടികൾ വളരെ താല്പര്യത്തോടെ ഇത് പങ്കെടുത്തു. അവർ തന്നെയാണ് ഇത് തയ്യാറാക്കാൻ മുമ്പോട്ട് വന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് പുതിയൊരു കൃഷി രീതിയിൽ മീൻ വളർത്തുന്നതിനൊപ്പം തന്നെ നമുക്ക് കൃഷിയും ചെയ്യാവുന്നതാണ്. എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യാം. മണ്ണില്ലാതെ തന്നെ ചരൽ ഉപയോഗിച്ച് ഒരു പ്രതലം സൃഷ്ടിച്ച് അതിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പെരുമ്പള്ളിച്ചിറ സെന്റ് ജോസഫ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ അഫ്താഫ്, അശ്വിൻ K, അനിൽ എന്നിവർ ചേർന്നാണ് അക്വാപോണിക് കൃഷിരീതി അവതരിപ്പിച്ചത്. പൊതുനിരത്തിലൂടെ ആരെങ്കിലും വാഹനം ഓടിച്ചു പോകുമ്പോൾ കണ്ടു നിൽക്കുന്നവർ അതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് സങ്കല്പിക്കാനാകുമോ? കഴിയുമെന്നാണ് 2 വിദ്യാർത്ഥികൾ തെളിയിക്കുന്നത്. തൊടുപുഴ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികളായ ഹംന സുനിലും ഷാഫിൻ ഷംസുദ്ദീനുമാണ് വ്യത്യസ്തമായ ചിന്തയുമായി ശാസ്ത്രമേളയിൽ എത്തിയത്. റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഹമ്പിനടിയിൽ ചില പ്രത്യേക ഉപകരണങ്ങളും ഒരു ഇരുമ്പ് ലിവറും പ്രവർത്തിക്കുമ്പോൾ റോഡ് വക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഡൈനോമ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ഈ വൈദ്യുതി സമീപത്ത് തന്നെ ശേഖരിക്കാം. ഇതുപയോഗിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കാം, ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിപ്പിക്കാം, കൊടുംവളവുകളിൽ 1/2 കിലോമീറ്ററുകൾക്കപ്പുറത്ത് വാഹനങ്ങളെത്തുമ്പോൾ സിഗ്നൽ ലൈറ്റുകൾ തെളിക്കാം തുടങ്ങി നൂതന ആശയങ്ങളാണ് ഈ ശാസ്ത്രപ്രതിഭകൾ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇതിനെല്ലാം ഉപരി വരും കാലങ്ങളിൽ പെട്രോളിനും ഡീസലിനും പകരം വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങൾ നിരത്തിൽ ധാരാളമായി എത്തുമെന്നും അപ്പോൾ ഇലക്ട്രിക് പമ്പുകൾ സ്ഥാപിക്കുവാനും ഈ ഹംപ് എനർജിക്ക് കഴിയുമെന്നും ഹംനയും ഷാഫിനും പറയുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ പമ്പ്സ് വേണം. അപ്പോൾ പെട്രോളോ ഡീസലോ സപ്ലൈ ചെയ്യുന്ന പമ്പിന് പകരം ഞങ്ങൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന പമ്പ്, അതാണ് കാണിച്ചത്. സൗരോർജ്ജ സംവിധാനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഇക്കാലത്ത് ഫോട്ടോ വോൾട്ടിക് സെൽ നിർമ്മിക്കുന്നതിനായി സിലിക്കണിന് വൻ ചെലവുകൾ വേണ്ടിവരുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ വിധത്തിൽ ഹംപ് എനർജി പ്ലാന്റ് സ്ഥാപിക്കാമെന്നതാണ് ഇവരുടെ കണ്ടെത്തൽ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കട്ടപ്പനയിൽ നടക്കുന്ന ഇടുക്കി റവന്യൂ ജില്ലാ ശാസ്ത്രമേളയിൽ ഏവരുടെയും ശ്രദ്ധയാകർഷിക്കുവാൻ ഈ നവപ്രതിഭകൾക്ക് കഴിഞ്ഞു. SSLCക്ക് പാഠ്യവിഷയമായിരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പാഠഭാഗത്തിൽ നിന്നും കിട്ടിയ ആശയം 2 വർഷത്തിന് ശേഷം ഇവർ അവതരിപ്പിച്ചപ്പോഴാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതിയ ചില ഊർജ്ജ സംരക്ഷണ ചിന്തകൾക്ക് വഴിയൊരുക്കിയത്. സ്വരാജ് മുരിക്കാട്ടുകുടി സ്കൂൾ ഏറെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് ശാസ്ത്രമേളയിൽ മികവ് പുലർത്തിയത്. ഗ്രൂപ്പ് വാട്ടർ റീചാർജിംഗ് എന്ന കണ്ടുപിടുത്തം ഏറെ പ്രയോജനകരമാകുമെന്ന് വിധികർത്താക്കളും പ്രശംസിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് ഇരട്ടി മധുരമായി. 100 കണക്കിന് ആദിവാസി കുട്ടികളടക്കം പഠനം നടത്തുന്ന സ്വരാജ് മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഏറെ പ്രതിസന്ധികളെ തരണം ചെയ്താണ് മത്സരത്തിനെത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുന്ന വിദ്യാലയത്തിൽ നിന്ന് ഭൂമിശാസ്ത്ര അധ്യാപകൻ സുരേഷിന്റെ പിന്തുണയോടെയാണ് +1 വിദ്യാർത്ഥിനികളായ MB ചിപ്പിമോളും ഹണി വർഗീസും മത്സരരംഗത്തെത്തിയത്. ജലസമ്പത്ത് നടത്തുന്ന ഒരു റീചാർജിങ് പദ്ധതിയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് പാഴായി പോകുന്ന വെള്ളം ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ സാധാരണ ടാങ്കുകൾ, അതായത് വെള്ളം സംഭരിച്ച് വെക്കാൻ ടാങ്കുകളൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇത് തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന വെള്ളത്തെ നമുക്ക് ഈ ടാങ്കിലൂടെ ശേഖരിച്ച് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് ബോർവെല്ലിലേക്ക് എത്തിക്കാവുന്നതാണ്. ഒരു 6-7 മാസത്തേക്ക് നമുക്ക് കണ്ടാമിനേറ്റ് അല്ലാത്ത ചിലവില്ലാതെ നമുക്ക് ശുദ്ധജലം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഫിൽറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് കോള്, ഹസ്ക്, അതുപോലെ തന്നെ
പിന്നെ പെബിൾസ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവർഫ്ലോ ആകുന്ന വെള്ളത്തെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ മഴവെള്ളമാണ് മെയിനായിട്ട്. പിന്നെ അങ്ങനെ നമ്മുടെ അണ്ടർഗ്രൗണ്ട്, അതായത് ഭൂഗർഭ ജലത്തിൻ്റെ ലെവൽ കൂട്ടാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്. കുറഞ്ഞ ചിലവിൽ ഇത് ഒരു മേഖലയിലെ 100ഓളം വീടുകളിൽ നടപ്പിലാക്കാൻ സാധിക്കും. വള്ളക്കടവ് 20 ഏക്കറിന് സമീപം ഒരു വീട്ടിൽ ഇത് വിജയകരമായി നടപ്പിലാക്കി കഴിഞ്ഞു. ശാസ്ത്രമേളയിൽ അവതരിപ്പിച്ച അധ്യാപകർക്ക് വേണ്ടി നടന്ന മത്സരത്തിൽ പങ്കെടുത്തത് ഒരാൾ മാത്രം. കുഴിത്തുളു ദീപ ഹൈസ്കൂളിലെ സയൻസ് അധ്യാപകൻ അഗസ്റ്റിൻ ജേക്കബ് മാത്രമാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ശാസ്ത്രമേളയിൽ അധ്യാപകർക്കായുള്ള പഠനോപകരണ അവതരണ മത്സരത്തിൽ മത്സരിക്കാനുണ്ടായിരുന്നത് ഒരാൾ മാത്രം. കുഴിത്തുളു ദീപ ഹൈസ്കൂളിലെ സയൻസ് അധ്യാപകനായ അഗസ്റ്റിൻ ജേക്കബാണ് മത്സരരംഗത്ത് തന്റെ സാന്നിധ്യം അറിയിച്ചത്. വൈദ്യുതി ഉൽപ്പാദനത്തിലെ 7 ഘട്ടങ്ങളാണ് അഗസ്റ്റിൻ അവതരിപ്പിച്ചത്. ജലത്തിൽ നിന്നും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും മറ്റു ജലവൈദ്യുതി പദ്ധതികളുടെ ചെറു മാതൃകകളും പ്രദർശനത്തിന് ഉണ്ടായിരുന്നു. ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. ഇടുക്കി ജില്ലാ റവന്യൂ മേളയും ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് വേണ്ടിയുള്ള ടീച്ചിങ് എയ്ഡ് മത്സരത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC ഡൈനാമോ, DC ഡൈനാമോ, ജലവൈദ്യുത പദ്ധതി, താപനിലയം, കാറ്റാടിപ്പാടം, വിവിധ തരത്തിലുള്ള മോട്ടോറുകൾ, മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്ഷൻ, ട്രാൻസ്ഫോർമർ, ഇൻഡക്ഷൻ കോയിൽ, 3 ഫേസ് ജനറേറ്റർ, പവർ വിതരണം, ഗാർഹിക വയറിംഗ്, ഇടതുകൈ നിയമം, വർക്കിംഗ് മോഡൽ തുടങ്ങിയവയെല്ലാം അഗസ്റ്റിൻ ജേക്കബ് അവതരിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ശാസ്ത്ര ആശയങ്ങളെയും എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനും അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നുചേർന്ന് തയ്യാറാക്കിയതുമായ 100 കണക്കിന് ശാസ്ത്ര പഠനോപകരണങ്ങൾ പ്രദർശിപ്പിച്ച സയൻസ് ഫെസ്റ്റ് കഴിഞ്ഞ മാസം 7-8 തീയതികളിൽ കുഴിത്തുളുവിൽ നടത്തിയതിന്റെ പ്രധാന സംഘാടകനായിരുന്നു അഗസ്റ്റിൻ ജേക്കബ്. ഇനി ഫോക്കസ് ഇടുക്കി. പെരിഞ്ചാംകുട്ടി ആദിവാസി പ്രശ്നത്തിൽ കലക്ടറുടെ വാക്കുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്ന് സമരസമിതി നേതാവ് രാജൻ കോലക്കൽ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ വ്യക്തമായ തീരുമാനമുണ്ടാകുമെന്ന് കലക്ടർ അറിയിച്ചതായും രാജൻ കോലക്കൽ ഇടുക്കിനെറ്റ് വാർത്തകളോട് പ്രതികരിച്ചു. നിരവധി തവണ വാഗ്ദാനങ്ങൾ കേട്ട് കബളിപ്പിക്കപ്പെട്ടവരാണ് പെരിഞ്ചാംകുട്ടിയിലെ ആദിവാസികൾ. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ഏറ്റവും അവസാന വാക്ക് കേട്ട് 2 മാസ കാലാവധി കൂടി കാത്തിരിക്കുകയാണ് ആദിവാസികളെന്നും പെരിഞ്ചാംകുട്ടി ആദിവാസി സമരസമിതി ചെയർമാൻ രാജൻ കോലക്കൽ പറഞ്ഞു. എന്നാലും ഞങ്ങൾ 18 പേരെ അർഹതയുള്ളവരാണെന്ന് കണ്ട് ഞങ്ങൾ സർക്കാർ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം കൂടെ നിലനിർത്തിയിട്ട് ഇപ്പോൾ 7 വർഷമായിട്ട് ഒരു പഞ്ചായത്ത് നമ്പരോ അല്ലെങ്കിൽ നമുക്ക് ഒരു വീട് വയ്ക്കാനുള്ള ഒരു നമ്മുടെ ആനുകൂല്യങ്ങളോ ഇതുവരെ ഒന്നും തന്നിട്ട് ആകെ കൂടി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു 500 രൂപ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വീട് കിട്ടുന്നതിനായിട്ട് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് അരി ഒക്കെ തന്നിട്ടുണ്ട്. അത്രയും മാത്രമല്ലാതെ വേറെ ഞങ്ങളുടെ ഒരു കാര്യത്തിലും ഒരു തീരുമാനമില്ല. എല്ലാ പ്രാവശ്യം ചെല്ലുമ്പോൾ 30 ദിവസം 15 ദിവസം എന്നുള്ള കാലാവധികൾ പറഞ്ഞു വിടും. പക്ഷേ ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇനി ലാസ്റ്റ് ഈ മാസത്തിലുണ്ടായിരുന്ന ചർച്ചയിൽ കളക്ടറേറ്റിൽ വെച്ചാണെങ്കിലും ഇപ്പോൾ 2 മാസത്തെ കാലാവധി പറഞ്ഞു. അതായത് 2 മാസം വരെ ഞങ്ങൾ നോക്കിയിരിക്കുകയും ആ 2 മാസത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയില്ല. എന്താണ് ചെയ്യാൻ പോകണമെന്നൊരു ഉദ്ദേശത്തിൻ്റെ പേരിലല്ല ഇപ്പം നിൽക്കുന്നത്. ഇടയ്ക്കിടെ നടക്കുന്ന ചർച്ചകൾ ആദിവാസികളെ പ്രലോഭിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ മാത്രമാണെന്നും രാജൻ കോലക്കൽ കുറ്റപ്പെടുത്തി. എന്നാൽ ഒക്ടോബർ ആദ്യവാരത്തിൽ കളക്ടറിന്റെ വസതിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ 2 മാസങ്ങൾക്കുള്ളിൽ വ്യക്തമായ നടപടികളും തീരുമാനങ്ങളും ഉണ്ടാവുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായും രാജൻ കോലക്കൽ പറഞ്ഞു. പെരിഞ്ചാംകുട്ടി പ്രശ്നത്തിൽ തുടർ നടപടികൾ എന്ത് എന്ന ചോദ്യത്തിന് ഇടുക്കിനെറ്റ് വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു രാജൻ കോലക്കൽ. നിരവധി ചർച്ചകൾക്കൊടുവിൽ ഈ കാലാവധി ആദിവാസികൾ അംഗീകരിച്ചുവെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഉറപ്പ് ലംഘിച്ചാൽ തങ്ങൾ വെറുതെ ഇരിക്കില്ലെന്നും രാജൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന 20 ഏക്കർ മേഖലകളിലെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി സ്ഥാപിച്ച ട്രാൻസ്ഫോർമർ കമ്മീഷൻ ചെയ്തു. റോഷി അഗസ്റ്റിൻ MLA ആണ് ട്രാൻസ്ഫോർമർ നാടിന് സമർപ്പിച്ചത്. കട്ടപ്പന 20 ഏക്കർ ഭാഗത്ത് വോൾട്ടേജ് ക്ഷാമം അതിരൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ പ്രദേശവാസികളും AKCC വെള്ളയാങ്കുടി യൂണിറ്റ് ഭാരവാഹികളും പലതവണ KSCB അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് റോഷി അഗസ്റ്റിൻ MLA ഇടപെട്ട് 20 ഏക്കറിൽ പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ KSCB അധികൃതർക്ക് നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് 8 മാസം മുൻപ് കട്ടപ്പന 20 ഏക്കർ ആശ്രമത്തിന് സമീപം ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ട്രാൻസ്ഫോർമർ കമ്മീഷൻ ചെയ്യുന്നത് അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ വീണ്ടും റോഷി അഗസ്റ്റിൻ MLA ഇടപെട്ടാണ് ട്രാൻസ്ഫോർമർ കമ്മീഷൻ ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിച്ചത്. 20 ഏക്കർ പാലത്തിന് സമീപം നടന്ന ചടങ്ങിൽ ട്രാൻസ്ഫോർമർ ചാർജ് ചെയ്തുകൊണ്ട് റോഷി അഗസ്റ്റിൻ MLA നാട്ടുകാരുടെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടു. ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വോൾട്ടേജുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ്. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണം എന്നുള്ള
ഏറെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചെങ്കിലും അത് കമ്മീഷൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു സന്ദർഭത്തിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് അടിയന്തരമായി കമ്മീഷൻ ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സംതൃപ്തിയാണ്. ചടങ്ങിൽ AKCC വെള്ളയാങ്കുടി യൂണിറ്റ് പ്രസിഡന്റ് ബേബിച്ചന്ദ് ശൗര്യാങ്കുഴി അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ബേബി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ പ്രിയങ്കരനായ MLA KC ബോർഡുമായിട്ട് ഇടപെട്ട് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി. ഇന്ന് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷം ഉള്ള ദിവസമാണ്. TJ ജേക്കബ് തൊടുകയിൽ, ഔസേപ്പച്ചൻ മണിക്കൊമ്പൽ, ജോജോ കടുക്കച്ചിറ, ജോഷി മുളങ്ങാശ്ശേരി, സഞ്ജയ് ഈച്ചിപ്പള്ളിൽ, KY മാത്യു, ജോസ് തോമസ് ഒഴുകയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന ചലച്ചിത്രാസ്വാദന ക്യാമ്പ് സമാപിച്ചു. കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുതുതലമുറ ചലച്ചിത്രങ്ങളെ പുനർവായനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് 50ഓളം യുവ ചലച്ചിത്രാസ്വാദകരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ന്യൂ ജനറേഷൻ സിനിമകളിലെ സ്ത്രീ സാന്നിധ്യം എന്നതായിരുന്നു ക്യാമ്പിന്റെ വിഷയം. സ്ത്രീ ശരീരങ്ങളെ ചലച്ചിത്രങ്ങളിൽ അവതരിപ്പിക്കുന്നതിലെ രാഷ്ട്രീയ സാംസ്കാരിക കാഴ്ചപ്പാടുകൾ വിവിധ രംഗങ്ങളിലെ പ്രമുഖർ ക്യാമ്പ് അംഗങ്ങളുമായി പങ്കുവച്ചു. സ്ത്രീകളുടെ നഗ്നത സിനിമയുടെ കച്ചവട മൂല്യം വർദ്ധിപ്പിക്കുന്നതിനായി ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ലോക സിനിമകളിൽ ഇന്ത്യൻ സിനിമ ഏറെ മുന്നിൽ നിൽക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇംഗ്ലീഷ് വിഭാഗം ഈ വിഷയം തന്നെ സെമിനാറിനായി തെരഞ്ഞെടുത്തത്. കേരളത്തിന്റെ പഴയകാല ജാതീയ ചിന്തകളുടെ അവശേഷിപ്പുകൾ ഏറെ വാഴ്ത്തപ്പെട്ട പത്മരാജൻ അടക്കമുള്ള മലയാള ചലച്ചിത്ര തിരക്കഥാകൃത്തുക്കളിൽ പ്രകടമായിരുന്നുവെന്ന് സമാപന ദിവസത്തെ ക്ലാസിന് നേതൃത്വം നൽകിയ മാധ്യമപ്രവർത്തകൻ KP ജയകുമാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു ദിവസം മദ്യപിച്ച് മതോന്മത്തനായി അവസ്ഥയിൽ കൂട്ടുകാരെയും കൂട്ടിവന്നായ വീട്ടിലേക്ക് വരികയും ചെയ്ത് കുഞ്ഞുണ്ണി എന്ന് പറയുന്ന തറവാടിന്റെ അല്ലെങ്കിൽ പറമ്പിന്റെ മൂലയിൽ കുടികെട്ടി താമസിക്കുന്ന കുഞ്ഞുണ്ണിയെ ബലം പ്രയോഗിച്ച് പുറത്താക്കി കൊണ്ടുപോയി കൊന്നുകളയാൻ തീരുമാനിക്കുന്ന ഒരു സീൻ വളരെ ചിരിയോടുകൂടി വളരെ ആഘോഷത്തോടുകൂടിയാണ് പ്രേക്ഷകർ കണ്ടത്. തൂവാനത്തുമ്പികളടക്കമുള്ള പത്മരാജൻ രചനകളിൽ ഈ സവർണ മേധാവിത്യം പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചലച്ചിത്രങ്ങളിൽ സ്ത്രീ ശരീരത്തിന്റെ അവതരണം എന്ന വിഷയത്തിലായിരുന്നു KP ജയകുമാർ ക്ലാസ് എടുത്തത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ സഹകരണത്തോടെയാണ് ചലച്ചിത്രാസ്വാദന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചലച്ചിത്ര ലോകത്തെ ഗൗരവമായി സമീപിക്കുന്ന പുതുതലമുറയ്ക്ക് പുതിയ ഉൾക്കാഴ്ചകൾ പകരുന്നതായിരുന്നു 3 ദിവസം നീണ്ടുനിന്ന ചലച്ചിത്രാസ്വാദന ക്യാമ്പ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി നെറ്റ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് ഇന്ന് വിപണിയിൽ 20,000 രൂപ വില രേഖപ്പെടുത്തി. 1 ഗ്രാം സ്വർണത്തിന് 2,500 രൂപയാണ് വില. വെള്ളി ഗ്രാമിന് 38 രൂപ. കമ്പോള വാർത്തകൾ. ഏലം ഇന്ന് വിപണിയിൽ കൂടിയ വില 725 കുറഞ്ഞ വില 700 ആണ്. കുരുമുളകിന് കിലോഗ്രാമിന് 690 രൂപ വില രേഖപ്പെടുത്തി. കാപ്പി കിലോഗ്രാമിന് 135 രൂപ. റബ്ബർ കിലോഗ്രാമിന് 100 രൂപയും ഗ്രാമ്പൂവിന് 1000 രൂപയും വില രേഖപ്പെടുത്തി. കൊക്കോ കിലോഗ്രാമിന് 45 രൂപ. ജാതി 350 രൂപ. ജാതിപത്രിക്ക് ഇന്ന് വിപണിയിൽ കൂടിയ വില 1000 രൂപയാണ്. കുറഞ്ഞ വില 900 രേഖപ്പെടുത്തി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136.2 അടിയായി ഉയർന്നു. ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചതിനാൽ സ്പിൽവേയിലൂടെയുള്ള ജലമൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നു. ഡാമിലെ ചോർച്ച വർദ്ധിച്ചതായും റിപ്പോർട്ട്. ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 30ാം രക്തസാക്ഷിത്വ ദിനം. 1984 ഒക്ടോബർ 31 പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിര പ്രിയദർശിനി അംഗരക്ഷകരുടെ വെടിയേറ്റ് മരണമടഞ്ഞത്. കട്ടപ്പന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഫയലുകൾ കാണാനില്ലെന്ന് റിപ്പോർട്ട്. ടൗൺഷിപ്പിനായി നീക്കിയിട്ടിട്ടുള്ള സ്ഥലങ്ങൾ, റീസർവേ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയുടെ ഫയലുകളാണ് കാണാതായത്. ഇന്ന് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം. 1875 ഒക്ടോബർ 31 ഗുജറാത്തിലെ നദിയാദിൽ ജനിച്ച പട്ടേൽ ഇന്ത്യയുടെ ഏകീകരണത്തിൽ സുപ്രധാനമായ ഇടപെടലാണ് നടത്തിയത്. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. പെരിഞ്ചാംകുട്ടി ആദിവാസി പ്രശ്നങ്ങളിൽ കളക്ടറുടെ വാക്കുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് സമരസമിതി നേതാവ് രാജൻ കോലയ്ക്കൽ. 2 മാസത്തിനുള്ളിൽ വ്യക്തമായ തീരുമാനം ഉണ്ടാകുമെന്ന് കളക്ടർ അറിയിച്ചതായും രാജൻ. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.